എടേ വെയിറ്റ് ഇവന്റെ മറ്റേ ഹ്യൂമൻ ബെഞ്ച് മാർക്ക് നോക്കട്ടെ. ഇവന് 18 ദിവസം ഡിലേ ഉണ്ട്, എനിക്ക് ഉറപ്പാണ്. ഞാൻ പറഞ്ഞുതരാം. www. എടർക്കടാ അങ്ങോട്ട് ഹ്യൂമൻ ബെഞ്ച് മാർക്ക് അടിക്ക്, ലൈവ് ഇട്. ഹ്യൂമൻ ബെഞ്ച് മാർക്ക്. നിനക്ക് നീ ഒരു FPS പ്ലെയർ ആണോ? ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. റിയാക്ഷൻ ടൈം ആണോ മെന്നി ബ്രോ? ഓ റിയാക്ഷൻ ടൈം ഉണ്ട് ജോജോ ബ്രോണ്, പക്ഷെ ഗെയിം എന്തൊരു നടക്കണമെന്ന് അറിയില്ല. റിയാക്ഷൻ ടൈം ഉണ്ട്, എല്ലാവർക്കും റിയാക്ഷൻ ടൈം ഉണ്ട്. ചിലവർക്ക് അത് മില്ലി സെക്കൻഡിലായിരിക്കും, ചിലവർക്ക് ദിവസം മണിക്കൂറിലൊക്കെ ആയിരിക്കും. ഇവന് മണിക്കൂറോ ദിവസം എന്തിനുമാണ്. എല്ലാവർക്കും റിയാക്ഷൻ ടൈം ഉണ്ട്. ആ സൈറ്റിൽ കയറി ക്ലിക്ക് ചെയ്താൽ മതിയല്ലോ, എല്ലാവർക്കും കാണും. എടാ ലൈവ് ഇടടാ ജോജോ. ഡേയ് ഡിസ്കോഡ് സ്ക്രീൻ അങ്ങോട്ട് ഷെയർ ചെയ്യ്. സ്ക്രീൻ 1 ഷെയർ ചെയ്യ്. ഹിസ്റ്ററി ഒക്കെ ഡിലീറ്റ് ചെയ്യണം കേട്ടാ. നോക്കട്ടെ. നീ ആദ്യം ഹിസ്റ്ററി ഇട്. നിന്റെ കൺട്രോൾ അച്ചടി എടുക്കടാ. കൺട്രോൾ അച്ചടിക്ക് നോക്കട്ടെ. എന്തിനാ നോക്കട്ടെ? നീ അടി, നീ എട്. എന്നാ പിന്നെ എടുത്താ ധൈര്യത്തോടെ എടുത്തോളൂ. എടുത്തില്ല, നമുക്ക് എല്ലാരും കാണണം, ലൈവിലുള്ള എല്ലാരും കാണണം. എടുക്ക്. ഇല്ല ടെസ്റ്റ് ചെയ്യണ്ട. നീ ഹിസ്റ്ററി എടു. കൺട്രോൾ അച്ചടി. എടാ നോക്കട്ടെ, നീ എടുക്ക്. വേണ്ട എടുക്ക്, നോക്കട്ടെ. ലൈവിൽ എല്ലാരും പറയണ, എല്ലാരും കാണണം എന്ന് പറയണ്ട. ലൈവിലോ? എടാ ക്ലോസ് ചെയ്ത് സ്ക്രീൻ അടച്ചെടാ. ലൈവിലോ ഒന്ന് ഹിസ്റ്ററിയോ? നോക്കട്ടെ എന്തൊക്കെയാണ്. ഡിലീറ്റ് ചെയ്യണ പട്ടി. ലൈവ് ഇട്, കാണണ്ട. ഇട്. എടാ കള്ളം കേട്ടോ. എന്തിനൊക്കെയോ എന്തോ സെർച്ച് ചെയ്യണത്. നമ്മള് എല്ലാവർക്കും എന്തിനോ എന്തോ എനിക്കറിഞ്ഞൂടാ. ഇത്രയൊക്കെ ആണെങ്കിൽ എനിക്ക് ചിന്തിക്കാൻ വയ്യ എന്തിനൊക്കെ ആയിരിക്കുന്നു. നീ ലൈവ് ഇട്. ഒന്നുമില്ല. ഷെയർ ചെയ്തു. നോക്കട്ടെ, ലൈവ് ഇട്. നോക്കട്ടെ, ഹിസ്റ്ററി ഇട്. ഇല്ല ഹിസ്റ്ററി ഒന്നും ഇല്ല, അത് നോക്കാൻ പറ്റൂല. ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് പറ. ഇത് ക്ലിക്കാ. വെയിറ്റ് ഫോർ ഗ്രീൻ. നീ ഇത് വരണില്ല, നിന്റെ ഇത് ഓൺ ആവണില്ല. എനിക്ക് ഇവന്റെ സ്ട്രീം കാണാവോ? നിങ്ങൾക്ക് നിങ്ങൾക്ക് ലോഡ് ആണുണ്ടോ ഇവന്റെ സ്ട്രീം? സ്ക്രീൻ ഇല്ല. ഒന്നുകൂടെ ഇടട്ടെ. സ്ക്രീൻ 1 ഇട്. എനിക്ക് ഒമേകൾ ചെയ്യണമെന്ന് കുറച്ച് ദിവസമായിട്ട് ഒരു തൊര വരെയാണ്. പഴയ ഒമേകളൊക്കെ നമ്മൾ ഒരു ദിവസം ഒരൊക്കെ എനിക്ക് ഒമേകൾ റിയാക്ഷൻ ആയിരുന്നു ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് ഉണ്ടായിരുന്നത് ഒരിടയ്ക്ക്. ഒരിക്കൽ മാലു വന്ന ഒരു സീൻ ഉണ്ടായിരുന്നു, ഉള്ള അതെനിക്ക് മനസ്സിലായത് പോലും ഇല്ല. എടാ ഇത് അളിയ ലോഡ് ആവണില്ല അളിയ എനിക്ക് നിന്റേത്. അതറിയാൻ മാലിയിട്ട് ഒരിക്കൽ മാലു വന്ന്, എന്റെ വൈഫ് വന്ന് അപ്പുറത്ത്. എന്നിട്ട് ആ സാധനം ഞാൻ ഷോർട്സ് ഇട്ട്, നമ്മളതാരും കണ്ടതുമില്ല. ഇവിടെ നിന്ന് മത്തിക്കൊണ്ട് കിട്ടുന്നവർക്ക് മില്യൺസ് വ്യൂസ്. അതിന്റെ താഴത്തെ കമന്റ്സ് ഒക്കെ കണ്ട് ഞാൻ ജീവിതം വെറുത്ത്. ഒരു ഭർത്താവ് എന്ന നിലയ്ക്ക് അവസാനം ഞാൻ നോക്കണം നിർത്തി അതൊക്കെ. ഇത്ര വരെ പറയാൻ ജീവിതം വെറുത്ത. ആക്കി ആൾക്കാരൊക്കെ കമന്റ് കണ്ടിട്ട് ഇനി സത്യം തോന്നണെന്ന് പറഞ്ഞ ഇവന്മാർക്കൊന്നും എനിക്ക് അറിഞ്ഞൂടെ. ഓരോരുത്തന്മാർ ഇടണ ഓരോരുത്തരെ കമന്റ്സ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇതിനൊന്നും ഒരു എന്തിനു പറയുന്നുണ്ട് എനിക്ക് അറിഞ്ഞൂടാ. സ്ക്രീൻ കാണാമോ? വന്ന് കാണാം. ഞെക്ക്. അയ്യോ 185 എന്റെ റിയാക്ഷൻ ടൈം. നോക്കട്ടെ ഒന്നുകൂടെ. 10 വട്ടം ഞെക്ക് അങ്ങോട്ടിരുന്ന്. ഒരു വട്ടം അബദ്ധത്തിൽ കിട്ടും. 10-20 വട്ടം ഞെക്കണം നീ. 200. അങ്ങനെ വരട്ടെ, അങ്ങനെ സത്യങ്ങൾ പുറത്തു വരട്ടെ. 170. ഇവിടെ തള്ളേ ജോജോനെ എന്നെക്കാള്. ഞെക്ക് നീ അങ്ങോട്ട്. നമ്മള് പറയണ കേട്ടിരിക്കാൻ ഞെക്ക്. വരട്ടെ അമ്മണി വരട്ടെ, വെളി വരട്ടെ. 190. ട്രൈ അഗൈൻ. ഇവന് കുഴപ്പമില്ല, അതൊക്കെ നോക്കാം. നീ അങ്ങോട്ട് ട്രൈ അഗൈൻ കൊടു. പത്രം ഒന്ന് ഇടാൻ പോണെന്നാ രാവിലെ ഞാനാ? എന്തൊക്കെയാടാ പറയണത്? 10 വേണം. അതെ എടാ ഇവന് എന്നെക്കാള് റിയാക്ഷൻ ടൈം ഉള്ളവായി. പക്ഷെ അവയർനെസിന്റെ കുറവാണല്ലേ അവനപ്പം. റിയാക്ഷൻ ടൈം ഉണ്ട്. നിന്റെ നോക്കട്ടെ സീറ്റ് ഇട്. എന്റെ റിയാക്ഷൻ ടൈം കുറവാ. നീ ഇട് നോക്കട്ടെ, നിന്റെ റിയാക്ഷൻ ടൈം നോക്കട്ടെ. അത്ര സന്തോഷിക്കണ്ട, ബുദ്ധിയില്ല. കളർ കണ്ട ഞെക്കറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ഒന്നും ആവൂല. ബുദ്ധി ഇല്ലാത്തൊരു ആർഭാടം പറ്റി കണ്ട് ആഘോഷിക്കുന്നത്.
ജോജോ അവൻ പറഞ്ഞ മനസ്സിലായത് നിനക്ക്? ജോജോന്റെ അവൻ പൊട്ടം പട്ടി എന്നാണ് സീറ്റ് പറഞ്ഞത് അവന്റെ ഭാഷയില്. 790. വെയിറ്റ് അത് നോക്കട്ടെ. 719. എടാ ജോജോനെക്കാളും റിയാക്ഷൻ ടൈം കുറവാണ് സീറ്റുവിന്. ശരിയാണ്, ഇതിൽ വലിയ കാര്യമില്ല. അത് വൈപ്പറിന് 150 എന്തിനാണ്. എനിക്ക് 170. എടാ ഇവൻ ജന്മനാ ഡിലേ ഉള്ളവൻ. ഇതെന്തൊരു തിരിച്ച് 2 സെക്കൻഡാ. ഒരു വട്ടം ഞെക്കിയിട്ട് വീണ്ടും ഞെക്കി സ്റ്റാർട്ട് ചെയ്യണം. എടാ നിനക്ക് 190, നിനക്ക് യാതൊരു കഴിവുമില്ല. നീ ഗെയിം പ്ലേ പിടിച്ചിരിക്കണ എന്നെ പോലെ. 300. എടാ നിനക്ക് എന്നെ പോലെ റിയാക്ഷൻ ടൈം ഇല്ല, ബുദ്ധിക്കളിയാണ് നീ. എനിക്ക് കുറച്ച് ബുദ്ധി തരുവാരെങ്കിലും. ബുദ്ധിയിൽ നീ ആംഗിള് നോക്കട്ടെ, ഞാൻ നോക്കട്ടെ, എന്റെ നോക്കട്ടെ. ബെഞ്ച് മാർക്ക് അല്ല 170 നല്ലതാണോ? 170 നല്ലതാണ്. നിന്റെ അമ്മൂമ്മയ്ക്കാണോ അത്രയും? നല്ലതാ, ചുമ്മാ പറഞ്ഞ നല്ലതാ, നല്ലതാ. നത്തിങ്ങിന്റെ നോക്കാനൊന്നുമില്ല. 8 ദിവസം നോക്കട്ടെ, ഞാൻ ഇപ്പൊ അത് ശരിയാക്കി തരാം. ഇപ്പൊ നോക്കിക്കോ, കാണാവോ? കാണാം. ഹോ, ഇതാണ് എന്റെ ശരിക്കുള്ള കേട്ടോ. ഡേ ഞാൻ ഒരു വട്ടേ നോക്കുള്ളൂ, ഒറ്റ വട്ടേ ചെയ്യുള്ളൂ. കിട്ടി 10 തവണ. തവണ അല്ലേ അളിയാ, ഇതെന്റെ മനസ്സും ഞാനും ഒന്നായില്ലായിരുന്നു അതില്. എന്റെ അളിയ, ഇതാണ് ഞാൻ മനസ്സിലായി. എനിക്ക് 111 140 ശരിക്കും. ഞാൻ ഓപ്പ് കളിക്കണം എന്ന് പറഞ്ഞ് ഇപ്പോഴാണ് ആദ്യം ഞെക്കണ ഇതില്. അത് പ്രീ ഫയർ ചെയ്തല്ലേ മിനി ബ്രോ? ഫ്രീ ഫയറും ചെയ്തൊന്നുമല്ല, ഓപ്പ് കളിക്കണം എന്ന് പറഞ്ഞ് ഞെക്കുക. ആ 111 പ്രീ ഫയർ ആപ്പാ ഞാൻ കണ്ട്. പോടാ, കണ്ട്. ഇതാണ് ശരിക്കുള്ള വെളി ഒന്ന്. 212. കണ്ടാ വീണ്ടും പൊക്കി. ശരിക്കുള്ള കളി തുടങ്ങാൻ പോണേ. ശരിക്കുള്ളത് എന്റെ ശരിക്കുള്ള 141 111. ഞാൻ ഒരു വട്ടം കൂടെ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എന്റെ റിയാക്ഷന്റെ അതാണ്. ഓക്കെ ഒരേ കൂടെ ഞാൻ അറിയാൻ ഞെക്കിപ്പോയി. മറ്റേ വെയിറ്റ് കൊടുക്കാതെ വെച്ചിരിക്കാം മൗസില്, മനസ്സിലായ? അതാരും കണ്ടില്ലല്ലോ. ഓക്കെ, ഇറങ്ങാം, ഇത് കള്ളക്കളി പോവാ. ഓക്കെ, അപ്പൊ എനിക്ക് കുറച്ച് ആരെങ്കിലും കളി പഠിപ്പിച്ചു തരൂ, ഞാൻ കളിക്കാം. നിന്നെ കുറച്ച് പണ്ട് ഞാൻ പറയാനില്ല.